ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇന്ന് തന്നെ പഠിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 6ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക. എല്ലാത്തിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും നല്ലൊരു മാർക്ക് ക്വിസ് മത്സരത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കൂടി കാണുക. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതോടൊപ്പം അതിലെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ വനനശീകരണത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സംഘടന ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ചിപ്കോ പ്രസ്ഥാനമാണ്. ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ പല വീഡിയോസിലും ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ഉള്ളടക്കം നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ വനനശീകരണത്തിനെതിരെ രൂപം കൊണ്ട സംഘടനയാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം എപ്പോഴാണ് സ്ഥാപിതമായതെന്നും അതിൻ്റെ നേതാവ് ആരാണ് എന്നൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തെ പറ്റി ഒരു ചെറിയൊരു ഉള്ളടക്കം ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിനി നേരെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ഇവരൊക്കെയാണ്: ശൃംഗ ശ്രീജിത്ത്, ഇശൽ, മാളവിക എ, ശിവനന്ദ് കെ, ലിയ ഷിഹിൻ ഒ, ഷാറൂഖ് ഖാൻ, റോഷൻ, സെറ എസ്, ഹാരിസ് എൻ ജെ, ജിവിയൽ മിശ്ര കെ, ആർദ്ര എസ്, അനയ് പ്രദീപ്, വൈഗ, അർജുൻ എസ് നായർ, ദക്ഷിണ സുരേഷ്, യശ്വന്ത് എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ്: സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം ഏതാണ്? സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കോൺഫറൻസ് ആയിരുന്നു. അത് നടന്നത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിലെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണത് സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം അഥവാ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നടന്നത് 1972 ഓർത്തുവെക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1972. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: UNEPയുടെ പൂർണ്ണരൂപം എന്താണ്? UNEPയുടെ ഫുൾ ഫോം എന്താണ്? UNEPയുടെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏതാണ്? ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത്? (1973) ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത്. 1973 ഉത്തരം. നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ 1974 എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൂഗിൾ ചെയ്യുമ്പോൾ 1973 എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ശരിയായ ഉത്തരം. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ചിപ്കോ പ്രസ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സ്ഥാപകൻ ആരാണ്? നമ്മൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയുമ്പോൾ തന്നെ ചിപ്കോ പ്രസ്ഥാനത്തെപ്പറ്റി പറഞ്ഞിരുന്നു. സുന്ദർലാൽ ബഹുഗുണയാണ് ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. അഞ്ചാമത്തെ ചോദ്യം: ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ അതായത് CFC പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്.
CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഫിൻലാൻഡ്. 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഫിൻലാൻഡ്. 6-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏതാണ്? അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടനയുടെ പേരെന്താണ്? പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടനയാണ് IUCN. IUCN ഫോം ചെയ്തത് എപ്പോഴാണ് എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഉത്തരം 1948 ആണ്. അതോടൊപ്പം തന്നെ 1948 ഫോം ചെയ്ത IUCNൻ്റെ ഫുൾ ഫോം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചുറൽ റിസോഴ്സസ്. ഈ ഒരു ഒറ്റ സ്ലൈഡിൽ തന്നെ 3 ചോദ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കുക. എന്നാൽ എന്തായാലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ ലഭിക്കുന്നതാണ്. 7-ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് അഥവാ റെയിൻ ഫോറസ്റ്റ് ആമസോൺ മഴക്കാടുകൾ അഥവാ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. 7-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആമസോൺ റെയിൻ ഫോറസ്റ്റ്. വീഡിയോയിലെ 8-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഭൗമദിനമെന്നാൽ എർത്ത് ഡേ ആണ്. വേൾഡ് എർത്ത് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഏപ്രിൽ 22-ാം തീയതിയാണ് ഭൗമദിനമായി ആചരിക്കുന്നത്. അതായത് വേൾഡ് എർത്ത് ഡേ എപ്പോഴാണ്? ഏപ്രിൽ 22. 9-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? സൈലൻറ്റ് സ്പ്രിംഗ് എന്നത് ഒരു പ്രശസ്തമായ പുസ്തകമാണ്. അതിൻ്റെ രചയിതാവ് ആരാണ്? സൈലൻറ്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കാഴ്സൺ ആണ്. ഇനി ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകത DDTയും മറ്റ് കീടനാശികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത പ്രശസ്ത ഗ്രന്ഥമാണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം. അപ്പോൾ ഇത് രചിച്ചത് ആരാണ്? റേച്ചൽ കാഴ്സൺ. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. DDTയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി പറഞ്ഞ റേച്ചൽ കാഴ്സന്റെ പ്രശസ്ത പുസ്തകം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരമറിയാം. ആ പുസ്തകത്തിൻ്റെ പേരാണ് സൈലൻറ്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. അതായത് ഒരു ചോദ്യത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വീഡിയോയിലെ 10-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എളുപ്പമുള്ള ചോദ്യമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസിനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്: WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? WWFുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യം ഇങ്ങനെയാണ്: ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് WWFൻ്റെ പൂർണ്ണരൂപം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 11-ാമത്തെ ചോദ്യവും എളുപ്പമുള്ള ചോദ്യമാണ്. പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്ന നിറം അഥവാ കളർ ഏതാണ്? പച്ച നിറമാണ് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്ന നിറം അഥവാ കളർ. 11-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പച്ച നിറം. 12-ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏതാണ്? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ള ജില്ല ഏത്?
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ അഥവാ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ണൂർ. 13ാമത്തെ ചോദ്യം, ഏറ്റവും വേഗത കൂടിയ കാറ്റിനാൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേരെന്താണ്? അതായത് കാറ്റിൻ്റെ വേഗത മൂലമുണ്ടാകുന്ന, ഏറ്റവും വേഗത കൂടിയ കാറ്റിനാൽ ഉണ്ടാകുന്ന നാച്ചുറൽ ഡിസാസ്റ്ററിനെ പറയുന്ന പേരെന്താണ്? ഏറ്റവും വേഗത കൂടിയ കാറ്റിനാൽ ഉണ്ടാകുന്ന നാച്ചുറൽ ഡിസാസ്റ്ററിനെ പറയുന്ന പേരാണ് ടൊർണാഡോ. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടൊർണാഡോ. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ WWFൻ്റെ പൂർണ്ണരൂപം നേരത്തെയുള്ള ചോദ്യത്തിൽ പറഞ്ഞു. ഈ ചോദ്യം ഇങ്ങനെയാണ്: WWFൻ്റെ ചിഹ്നം എന്താണ്? അതായത് സിംബൽ ഓഫ് WWF എന്താണ്? WWFൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. WWFൻ്റെ സിംബൽ ഭീമൻ പാണ്ടയാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്, നിർബന്ധമായും ഓർത്തു വയ്ക്കുക. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ്? അമൃതദേവി ബൈഷ്ണോയി എന്ന ആളുടെ പേരിലാണ് കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അമൃതദേവി ബൈഷ്ണോയി. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്: ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ആമസോൺ മഴക്കാടുകളെ പറ്റി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ മഴക്കാടുകൾ. അത് സ്ഥിതി ചെയ്യുന്നത് ബ്രസീൽ എന്ന രാജ്യത്താണ്. ബ്രസീൽ തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം, ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ്? അതായത് എനർജി കൺസർവേഷന് വേണ്ടി ഏറ്റവും സഹായകരമായ ലൈറ്റ് ഏതാണ്? LED വിളക്കുകളാണ് ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്കുകൾ. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം LED ബൾബുകൾ. 18ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ്? നമ്മുടെ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയാണ് പറയാനുള്ളത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് PDF രൂപത്തിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ഇതിൻ്റെ എല്ലാം PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. PDFകൾ മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ഫോമിൽ പ്രാക്ടീസ് ക്വിസുകളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്താറുണ്ട്. അതൊക്കെ ലഭിക്കുവാനായി ഇന്ന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി വീഡിയോയിലെ 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പിടാത്ത 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പിടാത്ത 2 രാജ്യങ്ങൾ അമേരിക്ക, ഓസ്ട്രേലിയ. വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, ഈ 2 വെള്ളച്ചാട്ടങ്ങൾ ഉള്ളത് ഏത് പുഴയിലാണ്? ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചാലക്കുടി പുഴ.
ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുകൂടാതെ ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറിനെയും നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ PDF-ഉം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.